Okay, welcome. Today we are going to discuss about a new chapter and a new topic, and I am your English faculty Akshaya Ajeesh. So welcome ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്, ഒരു പുതിയ വിഷയത്തെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് ഒരുപാട് നിയമങ്ങളുണ്ട് അല്ലേ? ഇംഗ്ലീഷ് നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ എഴുതുന്ന സമയത്ത് ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് നിയമങ്ങൾ നമുക്കുണ്ട് അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ലെറ്റ് ആൻഡ് ലെറ്റസ്. എന്താണ് ലെറ്റ് ആൻഡ് ലെറ്റസ്? അപ്പോൾ എന്താണ് ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് ലെറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള രണ്ട് സെൻറ്റൻസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ലെറ്റ് എന്ന് വെച്ചിട്ടും ലെറ്റ്സ് എന്ന് വെച്ചിട്ടുള്ള സെൻറ്റൻസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് രണ്ടിൻ്റെയും വ്യത്യാസം എന്താണ്, എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഇത് യൂസ് ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ലെറ്റ്. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ലെറ്റ് എന്നാൽ എന്താണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ എന്താണ്? ഒരു പെർമിഷൻ ചോദിക്കുകയാണ്. ഞാൻ എൻ്റെ കാര്യം ഞാനൊരു പെർമിഷൻ ചോദിക്കുന്നതാണ്, അല്ലെങ്കിൽ മറ്റൊരാളുടെ കാര്യം ഒരു പെർമിഷൻ പോലെ ചോദിക്കുന്നതാണ്. ഓക്കെ, ഒരു പെർമിഷൻ ചോദിക്കുക. ലെറ്റ് മീ ഗോ, ഞാൻ പോകട്ടെ, ഞാൻ വന്നോട്ടെ, ഞാൻ ഇരുന്നോട്ടെ, ഞാനിത് കഴിച്ചോട്ടെ, ഞാനിത് വായിച്ചോട്ടെ, ഞാനിത് എഴുതിക്കോട്ടെ എന്നൊക്കെ നമ്മളൊരു പെർമിഷൻ ചോദിക്കില്ലേ? അങ്ങനെയുള്ള അത്തരത്തിലുള്ള പെർമിഷൻ ചോദിക്കാൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേർഡുകൾ, അത്തരത്തിലുള്ള സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ലെറ്റ് എന്നത് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ കഴിച്ചോട്ടെ, നമ്മളിങ്ങനെ പെർമിഷൻ ചോദിക്കില്ലേ? ഞാൻ അങ്ങോട്ട് പോകട്ടെ, ഞാൻ വന്നോട്ടെ, ഞാനിവിടെ ഇരുന്നോട്ടെ, ഞാനൊന്ന് നടന്നോട്ടെ, ഞാനിതൊന്ന് എഴുതിക്കോട്ടെ, ഞാനിതൊന്ന് വായിച്ചോട്ടെ എന്നൊക്കെ നമ്മളൊരു പെർമിഷൻ ചോദിക്കുമല്ലോ. അത്തരത്തിലുള്ള പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലെറ്റ് എന്ന് പറയുന്ന ഈ ഒരു വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മളിതൊരു സെൻറ്റൻസ് ആക്കുമ്പോൾ എങ്ങനെയാണ്? ലെറ്റ് മീ ഗോ, ഞാൻ പോകട്ടെ. ലെറ്റ് മീ ഗോ, ഞാൻ പോകട്ടെ. ലെറ്റ് മീ ഡു, എന്താണ്? ഞാനത് ചെയ്തോട്ടെ എന്ന് നമ്മൾ ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ പോകട്ടെ, ഞാനത് ചെയ്തോട്ടെ, ഞാനത് വായിക്കട്ടെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അവളത് ചെയ്തോട്ടെ എന്നെങ്ങനെ പറയാ? ലെറ്റ് ഹെർ ഡു, ലെറ്റ് ഹെർ ഗോ എന്ന് പറഞ്ഞാൽ അവളെ പോയിക്കോട്ടെ. അപ്പൊ അവനെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പറയാ? ലെറ്റ് ഹിം ഗോ, ലെറ്റ് ഹിം ഡു, ലെറ്റ് ഹിം സ്ലീപ്പ്, അവൻ ഉറങ്ങിക്കോട്ടെ. ലെറ്റ് ഹെർ സ്ലീപ്പ്, അവൾ ഉറങ്ങിക്കോട്ടെ എന്ന് നമ്മൾ ഒരു പെർമിഷൻ ചോദിക്കുന്നില്ലേ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലെറ്റ് എന്ന് പറയുന്ന ഈ ഒരു വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർമിഷൻ ആണ്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ലെറ്റ് വെച്ച് തുടങ്ങുന്ന വാക്കുകൾക്ക് എന്താ നമ്മൾ ഉപയോഗിക്കുക? വേർബിൻ്റെ V1 ഫോമാണ് നമ്മൾ ഉപയോഗിക്കുക. വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് നമ്മൾ ഉപയോഗിക്കുക. V1 മാത്രമാണ് നമ്മൾ ലെറ്റിൻ്റെ കൂടെ നമ്മൾ എന്താണ് ഉപയോഗിക്കുക? V1 ഫോമാണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ലെറ്റിൻ്റെ കൂടെ നമ്മൾ എന്താ ഉപയോഗിക്കുക? V1 ഫോമാണ് നമ്മൾ ഉപയോഗിക്കുക. ലെറ്റ് മീ ഡു, ലെറ്റ് മീ ഗോ, ലെറ്റ് മീ സ്ലീപ്പ്, ലെറ്റ് മീ റൈറ്റ്, ലെറ്റ് മീ റീഡ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ എന്താണ്? ഞാൻ എഴുതിക്കോട്ടെ, ഞാൻ വായിച്ചോട്ടെ, ഞാൻ പഠിച്ചോട്ടെ, ഞാനിത് കഴിച്ചോട്ടെ എന്നൊക്കെ നമ്മൾ എന്താണ്? എപ്പോഴും ലെറ്റ് വെച്ചിട്ട് തുടങ്ങുന്ന വാക്കുകൾക്ക്, സെൻറ്റൻസുകൾക്ക് നമ്മൾ എന്താണ്? V1 ഫോമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ലെറ്റ്സ്. ലെറ്റ് പ്ലസ് എസ് ആണ് ലെറ്റസ്, എന്താണ്? അല്ലെങ്കിൽ ലെറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ് ലെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു? ഞാൻ പോകട്ടെ, ഞാൻ ഇരിക്കട്ടെ, ഞാൻ കഴിക്കട്ടെ, ഞാൻ ഉറങ്ങട്ടെ, അല്ലെങ്കിൽ അവൾ ഉറങ്ങട്ടെ, അവൻ ഉറങ്ങട്ടെ എന്ന് നമ്മൾ പെർമിഷൻ ചോദിക്കുന്നതാണെന്ന് പറഞ്ഞു. ലെറ്റ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ച് ചെയ്യുന്ന പ്രവൃത്തിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ പറയുന്നത്? ലെറ്റ് എസ് എന്ന് പറയുന്നത്. ലെറ്റ് എസ് ഗോ, നമുക്ക് പോകാം. അതൊരു പെർമിഷൻ അല്ല. അവർ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയെ കാണിക്കാൻ, ഒരു കൂട്ടം ആളുകൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നത്? ലെറ്റസ് എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. ലെറ്റസ് ഗോ, ലെറ്റസ് സിങ്, നമുക്ക് പാടാം, നമുക്ക് പോകാം, നമുക്ക് വരാം, നമുക്ക് പഠിക്കാം, നമുക്ക് പ്രതീക്ഷിക്കാം. ലെറ്റസ് ഹോപ്പ്, നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലെറ്റ്
അസ് അല്ലെങ്കിൽ ലെറ്റ്സ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതെങ്ങനെ നമ്മൾ സെന്റൻസ് ആക്കുക? ലെറ്റ്സ് ഗോ, ലെറ്റ്സ് സ്ലീപ്പ്, നമുക്ക് ഉറങ്ങാം. ലെറ്റ്സ് ഹോപ്പ്, നമുക്ക് പ്രതീക്ഷിക്കാം. ഇതൊക്കെയാണ് ലെറ്റ് വെച്ചിട്ട് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ലെറ്റസ് എന്ന് വെച്ചിട്ട് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ലെറ്റ് വെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പെർമിഷൻ ആണ്. ലെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പെർമിഷൻ ആണ്. ലെറ്റ് മീ ഗോ, ഞാൻ പോകട്ടെ. ലെറ്റ് മീ സ്ലീപ്പ്, ഞാൻ ഉറങ്ങട്ടെ. ലെറ്റ് ഹെർ ഗോ, അവൾ പോയിക്കോട്ടെ. അല്ലെങ്കിൽ എന്താണ്? ലെറ്റ് ഹിം സിറ്റ്, അവൻ അവിടെ ഇരുന്നോട്ടെ എന്നൊക്കെ നമ്മൾ പറയുന്നതിനെയാണ് എന്ത് പറയുന്നത്? അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെറ്റ് എന്ന് പറയുന്നത് വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലെറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം ആളുകളുടെ ഒരു പ്രവൃത്തിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ലെറ്റസ് എന്ന് പറയുന്ന കാര്യം നമ്മൾ യൂസ് ചെയ്യുന്നത്. ലെറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോകാം, നമുക്ക് ഉറങ്ങാം, നമുക്ക് പാടാം, നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ലെറ്റ് അസ് എന്ന് പറഞ്ഞ. ലെറ്റ് അസ് എന്നാണ് ലെറ്റ്സ് എന്ന് പറയുന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ്. ലെറ്റസിൻ്റെ ഷോർട്ട് ഫോം ആണ് എന്ത് പറയുന്നത്? ലെറ്റ് അസ് എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ് ലെറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോകാം, ഒരു കൂട്ടം ആളുകൾ, നമുക്ക് പോകാം, നമുക്ക് വരാം, നമുക്കിരിക്കാം, നമുക്ക് പ്രതീക്ഷിക്കാം, നമുക്ക് ഉറങ്ങാം എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ലെറ്റ്സ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് ലെറ്റ് എന്നും എന്താണ് ലെറ്റസ് എന്നും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർമിഷൻ ആണ്. ലെറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കൂട്ടം ആളുകൾ ചെയ്യുന്ന പ്രവൃത്തിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ലെറ്റസ് എന്ന് നമ്മൾ പറയുന്നത്. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു.